ഈ സുരേഷ് ഗോപി ആരാ സാറേ? തൃശ്ശൂർ ചെന്ന് ഇപ്പൊ അന്വേഷിച്ചാൽ അറിയാം. അവിടെ പോയി ആദ്യം ഒന്ന് ഈ സുകുമാരൻ ചേട്ടനെ കുറിച്ചാണ്. സുകുമാരൻ ചേട്ടാ, ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് സുരേഷ് ഗോപി അറിയാത്ത കൊച്ചു പിള്ളേർ അറിയില്ല. കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം. ഇയാളെ എത്ര പേർക്ക് അറിയാം? ഇയാളെ കൊണ്ട് നായന്മാർക്ക് എന്ത് ഗുണമാണ് ഉണ്ടായിരിക്കുന്നത്? ഓരോ നായരും ചോദിക്കാനിരിക്കുന്ന ഓരോ കാര്യമാണ്. പലരും മിണ്ടാതിരിക്കുന്നത് ഇയാളെ പേടിച്ചിട്ടിരിക്കുന്നതാണ്. ഈ സാധാരണ ഒരു 5 വർഷം കൂടി ഇരിക്കുമ്പോഴെങ്കിലും ഇലക്ഷനോ എല്ലാം നടത്തിയിട്ട് വേറെ വേറെ ആൾക്കാരെ, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ നിയമിക്കാതെ വയസ്സായില്ലേ, ഇനിയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു മാറിപ്പോരുത്. നായന്മാർക്ക് വേണ്ടി ഇയാൾ എന്തോ ചെയ്യുന്നത്? ആ പന്തളത്ത് ഒരു പത്മ കഫേ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഉണ്ട്, പന്തളത്തുണ്ട്, അതേപോലെ തന്നെ പലതും തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നല്ല കാര്യമാണ്. അതിനകത്ത് കുറേ ലേഡീസിനൊക്കെ ജോലി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സംരംഭമാണ്. ഞാൻ അവിടെ നിന്നാണ് ഈ പ്രാവശ്യം വെക്കേഷൻ പോയപ്പോഴാണ് ഫുഡ് കഴിച്ചത്. വേറൊരു കാര്യം, ആ പന്തളത്ത് NSSൻ്റെ വക എത്രയോ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അവിടെ ചോദിച്ച ടൈമിൽ അത് റെൻറ്റിനെടുത്തിട്ടാണ്, ആ സ്ഥലം എടുത്തിട്ടാണ് ഇവർ അവിടെ ഒരു ഹോട്ടൽ തുടങ്ങിയിരിക്കുന്നത്, പത്മ കഫേ എന്ന് പറഞ്ഞുകൊണ്ട്. അത് ഉള്ളിലോട്ട് കയറി 10 പേര് കാണാൻ ആരെങ്കിലും ഇറങ്ങി കയറി ചെന്ന് കഴിഞ്ഞാൽ ചെല്ലും. അല്ലാതെ നായരുടെ ആണല്ലോ എന്ന് വെച്ചിട്ട് കയറി ചെന്നിട്ട് ഫുഡ് കഴിക്കും. അല്ലാതെ 10 പേര് ഇറങ്ങി കയറണമെന്നുണ്ടെങ്കിൽ ആ ഉള്ളിലോട്ട് ആർക്കറിയാം അവിടെ ഒരു ഹോട്ടലുണ്ടെന്ന് സംഭവം. ആ NSSൻ്റെ ഒക്കെ എത്രയോ സ്ഥലങ്ങൾ ആ മെയിൻ ഏരിയയിൽ കിടപ്പുണ്ട്. അവിടെ എവിടെയെങ്കിലും ഇയാൾക്ക് ചെയ്യാറില്ല. പാർക്കിങ്ങും സൗകര്യങ്ങളും എല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് ഇവർക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. അതൊന്നും ഇവർ ചെയ്യത്തില്ല. പിന്നെ ഇയാൾ നായന്മാർക്ക് വേണ്ടി എന്താ ഉണ്ടാക്കിയിട്ടുള്ളത്? ഒരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിനോ അല്ലെങ്കിൽ ഒരു പിള്ളേർക്ക് എന്തെങ്കിലും സീറ്റ് അഡ്മിഷനോ കാര്യത്തിനോ എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടോ? നായന്മാരുടെ എന്ന് പറഞ്ഞാൽ നായർ അസോസിയേഷൻ്റെ അല്ലെങ്കിൽ എത്രയോ സ്ഥാപനങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഉണ്ടോ? എല്ലാം നശിപ്പിച്ചില്ലേ? പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും വേണ്ടി സ്ഥാപനങ്ങളുണ്ടായിരുന്നു. അതൊന്നുമില്ല. നിങ്ങൾ ഒഴിഞ്ഞിട്ട് വേറെ ആരെങ്കിലും, നല്ല കഴിവുള്ളവരെ ആരെങ്കിലും കയറ്റുന്നേ. ചുമ്മാ ഈ സുരേഷ് ഗോപിയെ അറിയാവോ? ചുമ്മാ നാണം കെടുത്താനും ഉള്ള നായന്മാരെ എല്ലാം നാണം കെടുത്താനും കയറിയിരിക്കുകയാണ്. ഇപ്പോഴും ഇതൊന്നും ചോദിക്കാൻ ആരും കരയോഗങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലയെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇവരെല്ലാം ഇയാളെ താങ്ങിയിരിക്കുന്നവരാണ്. സമരം ചെയ്യണമെന്ന്, നാട്ടിലുള്ളവരെല്ലാം സമരം ചെയ്യണമെന്ന്. ആർക്കും അറിയത്തില്ല എന്താണ് എല്ലാവരും മൗനമായിട്ടിരിക്കുന്നതെന്നുള്ളത്. ബാക്കി എല്ലാ കാര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും സമരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. എല്ലാവരും ഒന്നിച്ച് ഇറങ്ങുക, അതേ നടക്കത്തുള്ളൂ. എന്തോ ചെയ്യാനെന്നത് നായന്മാരുടെ ഒരു ഗതികേട്ടല്ല. അതിപ്പോൾ ഇതിൻ്റെ എന്ത് പറയുന്നു? നായരെന്ന് പറയുന്ന ഒരു കാസ്റ്റിൽ അവർ കഷ്ടപ്പെട്ട് ആണ് ഓരോ കുടുംബങ്ങളും ജീവിക്കുന്നത്, അല്ലെങ്കിൽ മുമ്പോട്ട് പോകുന്നത്. ഒരു ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. എത്രയോ വീടുകൾ പട്ടിണി കിടപ്പുണ്ട്, അല്ലെങ്കിൽ വീടില്ലാത്ത എത്രയോ കുടുംബങ്ങളുണ്ട്. ഈ ജാതി എന്നുള്ള ഇതിൽ ഗവൺമെൻറ്റിൻ്റെ പോലും ആനുകൂല്യങ്ങളില്ല. പിന്നെ നിങ്ങളെപ്പോലുള്ള സംഘടന അല്ലെങ്കിൽ നിങ്ങൾ നായന്മാരുടെ മാർപ്പാപ്പയാണെങ്കിൽ ഓക്കെ, ഇങ്ങനെയുള്ള പാവങ്ങളായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് എന്തുകൊണ്ട് നിങ്ങൾ അവരെ സഹായിക്കാനും കാര്യങ്ങളും മുൻകൈ എടുക്കുന്നില്ല? ചുമ്മാ ഈ വന്നിരുന്നിട്ട് സുരേഷ് ഗോപിയെ കുറ്റം പറയാം. സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനെ ഒന്നുമില്ലെങ്കിൽ പാവങ്ങൾക്ക് എന്തെങ്കിലും അയാളുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ടെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് പറയാം. പിന്നെ അയാൾ MP ആണ്. ഇയാൾക്ക് അറിയത്തില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പറഞ്ഞുതരാം. ചുമ്മാ ഇരുന്നിട്ട് ഇമാതിരി ഡയലോഗ് അടിക്കാതെ പ്രായമായില്ല. വേറെ ഏതെങ്കിലും ചെറുപ്പക്കാർ പിള്ളേരെ നിയമിച്ചിട്ട് എന്തെങ്കിലും ഗുണമുണ്ടാക്കാൻ നോക്കും നായന്മാർക്ക്. ഇയാളൊരു നായരില്ലേ? 90% നായന്മാരും താങ്കളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയത്തില്ല. താങ്കളെ അനുകൂലിക്കുന്ന കുറേ പേര് ചേർന്നിട്ട് നിങ്ങളെ കസേരയിൽ കയറ്റിയിരുത്തുന്നു. ആ ഒരു ഇലക്ഷനോ കാര്യങ്ങളും ഇല്ലാതെ. അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ മാറ്റം വരണം. എല്ലാവരോടും ഒന്നിച്ച് നിൽക്കുക. അതേപോലെ നടക്കത്തുള്ളൂ.